ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയൊരു കാലാവസ്ഥയായിരുന്നില്ല, തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു രാവിലെ ഇറങ്ങിയപ്പോൾ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ള് ക്ലൈമറ്റ് അങ്ങ് മാറി, മഞ്ഞ് വീഴ്ച തുടങ്ങി, റോഡിൽ ഫുള്ളും മഞ്ഞ് നിറയാൻ തുടങ്ങി, വണ്ടികൾ തെന്നാൻ തുടങ്ങി. പിന്നെ സാധാരണ വണ്ടിയിൽ ഞങ്ങൾ ടാക്സി എടുത്തിട്ടാണ് ആദ്യം ഇറങ്ങിയത്. പിന്നീട് ആ ടാക്സി കയറത്തില്ല ഈ സ്നോയിൽ. പിന്നെ ഞങ്ങൾ ജിപ്സി പിടിച്ചാണ് പിന്നെയുള്ള യാത്ര. പിന്നെ ഈ യാത്രയിൽ ഫുള്ളും മഞ്ഞ് വീഴ്ചയും വിസിബിലിറ്റിയും കുറവായതുകൊണ്ടും പിന്നെ റോഡ് തന്നെ അല്ലായതുകൊണ്ട് കുറേ വണ്ടികൾ അവിടെ സ്ലിപ്പായി ഇടിച്ച് സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. അല്ല, അത് വളഞ്ഞു വരുന്ന എടുക്കാൻ വേണ്ടി കുറച്ചുകൂടി സ്പീഡ്. പൈസ എല്ലാം പോയതിന്റെ ഒരു വിഷമപ്പുഴ മാറിയത്. ആ വണ്ടി വെട്ട് കേട്ടോ, അവൻ മാറ്റി. പക്ഷെ മറ്റവന് വാശി, അവൻ തിരിച്ചു പിടിച്ചു. എന്റെ വണ്ടിയെ പുച്ഛിക്കുന്നത് അല്ല, നമ്മള് അവന് അഹങ്കാരം. നമ്മളിങ്ങനെ പുറകിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അറിയുന്നില്ല തെന്നി അങ്ങോട്ട് പോയത്. ഞാൻ പിന്നെ വീഡിയോയിലും കൂടി ആയതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല. ഓ, ഞാൻ പിന്നെ കുഴപ്പമില്ല. ഷോട്ടൊക്കെ പോകലോ. അവസാനം അത് സംഭവിച്ചു. ഞങ്ങളുടെ വണ്ടി സ്ലിപ്പാകുകയും ചെയ്തു. പിന്നെ ആ കയറ്റം കയറിയതുമില്ല. പിന്നെ അവിടെ കിടന്ന് അങ്ങ് കറങ്ങുമായിരുന്നു. എനിക്ക് തോന്നുന്നു 4 വീൽ ഡ്രൈവ് നഷ്ടപ്പെട്ട് അവസാനം വഴിയിൽ നിർത്തി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് മുകളിലോട്ട് കയറി കറങ്ങി അവസാനം ഞങ്ങൾ ടോപ്പിൽ എങ്ങനെയൊക്കെയോ എത്തി. പിന്നെ നമ്മൾ നേരെ അഡ്വഞ്ചർ ആക്ടിവിറ്റി. ട്രെയിനർ എന്തൊക്കെയോ പറഞ്ഞ് കൊടുത്തു. പക്ഷെ നമ്മളാദ്യമായിട്ടല്ലേ, എങ്ങനെയൊക്കെയോ ചെയ്തു. ഇതിങ്ങനെ അല്ലടാ, എന്തോ ആർക്കും ഒന്നും പറ്റിയില്ല. എന്തൊക്കെയൊക്കെയോ ഒപ്പിച്ച്. എൻ്റെ ആത്മാർത്ഥയല്ലേ വീഴാൻ വേണ്ടി പറയുന്നു. അവസാനം ചെക്കപ്പ് പഠിച്ചു, എന്തൊക്കെയോ കാട്ടി അവസാനം ഉന്തി തള്ളി എന്തൊക്കെയോ ചെയ്തു. അങ്ങനെ അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് നോക്കിയപ്പോൾ സ്നോ കൊണ്ടുള്ളൊരു കളി. സ്നോ എടുക്കുന്നു, അടിക്കുന്നു, നല്ല രസമാണ്. ഈ സ്നോ വീഴുന്നതും സ്നോ വീഴ്ചയിൽ പിന്നെ ആ ഒരു സ്നോയിൽ കളിക്കുന്നതും പിന്നെ ആ ഒരു സറൗണ്ടിങ്ങിൻ്റെ ഒരു ബ്യൂട്ടിയും. സ്നോ വീണ് കഴിഞ്ഞ് കളർഫുള്ളല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എന്നാലും അതിൻ്റെ ഒരു പ്രത്യേക ഒരു ബ്യൂട്ടിയുണ്ട്. അത് അനുഭവിച്ചതിനെ അറിയണം. അവസാനം ഞങ്ങൾ വന്നപ്പോൾ വണ്ടിയില്ലായിരുന്നല്ലോ, നടന്നല്ലേ കയറി വന്നേ. അങ്ങനെ ഞങ്ങൾ നടന്ന് തന്നെ ഇറങ്ങേണ്ട അവസ്ഥയായി. കാരണം ഞങ്ങൾ പറഞ്ഞ ആ പുള്ളിക്കാരൻ വണ്ടി ഇങ്ങോട്ട് ഇതുവരയ്ക്കും അവിടെ നിന്ന് വന്നിട്ടില്ല. പിന്നെ പുള്ളീനെ വിളിച്ച് അവിടെ നിന്ന് വേറെ വണ്ടി അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾ തൽക്കാലത്തേക്ക് പയ്യെ ഇറങ്ങി വാ, അപ്പോഴത്തേക്ക് ആ വണ്ടി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന മരത്തിൻ്റെ മഞ്ഞും അല്ലാതെ തറയെ കിടക്കുന്നതും മരത്തിൻ്റെ മുകളിലുള്ള മണ്ണും തട്ടിക്കളിച്ചും അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് അങ്ങ് നടന്നു. ചുറ്റും നോക്കുമ്പോൾ ഫുള്ളും വെള്ളം കുടിച്ച ഫുള്ളും മൗണ്ടനും മരങ്ങളും. അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങളങ്ങ് നടന്നു പോകണു. ബാക്കിയുള്ളവർ വണ്ടി പോകും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് വണ്ടി കിട്ടി കേട്ടോ. ഒരു ചെക്കനായിരുന്നു, വേറൊരു വണ്ടിയായിട്ടാണ് വന്നിയാണ്. ആ ചെക്കനാണെങ്കിൽ ഒരേ പൊളി, ഒരു രക്ഷയില്ലാത്ത സ്പീഡും രക്ഷയില്ലാത്ത പോക്കും.
പിന്നെ ഈ വണ്ടികൾ വരുന്നത് കാണാൻ നല്ല രസമാണ്, വരി വരിയായിട്ട് കണ്ടോ, എന്ത് ബ്യൂട്ടിയാ. ആ കാണാൻ തന്നെ ഒരു രസമാണ്. ഈ വണ്ടികൾ ജിപ്സികളും അതുപോലെ അറിയാം ഇങ്ങനെ വരുന്നത്. ഈ മണാലിയിൽ ഫുള്ളും ജിപ്സിയാണ്. ഈ വണ്ടികളൊക്കെ വരുന്നത് സ്കിഡായി ആണോ അതോ വീല് റോൾ ചെയ്താണോ വരുന്നതെന്ന് ഒരു പിടിയും. അങ്ങനെ ഈ വ്ലോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു റിവർ റാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ട് ഇതാ വരും.